ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കാവുന്നതാണ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതായത് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റുവട്ടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നോക്കുന്നത് ബിസിനസ്സിൻ്റെ ചുറ്റുവട്ടങ്ങളാണ്. കാരണം ഒരു ബിസിനസ്സിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം സാഹചര്യങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നതെന്ന്. ഇവിടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് ദ ടേം ബിസിനസ് എൻവയോൺമെൻറ്റ് കെനോട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിനോട്ടാണ് മീനിങ് വരുന്നത്. ദ ടൈം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഫോഴ്സസ്, ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ബിസിനസ് ആൻഡ് ദേ affect the functioning of a business enterprises. These include customers, competitors, suppliers, government and the social, political, legal and technological factors. അതായത് ഒരു ബിസിനസ്സിനെ ചുറ്റിപ്പറ്റി ബിസിനസ്സിൻ്റെ അന്തരീക്ഷങ്ങളെ ചുറ്റിപ്പറ്റി നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ്സ് ഏതൊക്കെ രീതിയിലായിരിക്കും? അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, സപ്ലയർ ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയ ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ തന്നെ പിക്ചറായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഇറ്റ് മേ ഓൾസോ ബി ഡിഫൈൻഡ് as the set of external factors such as economic factors, social factors, political and legal factors, demographic factors, technical factors, etc., which are uncontrollable in nature and affect the business decisions of a firm. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്നത് താഴെയുള്ള പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ബിസിനസ് ഡിസിഷൻസിൻ്റെ അത് ഇവിടെ പറയുന്നുണ്ട്. ബിസിനസ് ഡിസിഷനിൽ എന്തെല്ലാം കാര്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളുണ്ടല്ലോ, ഈ പോയിന്റുകൾ നോക്കി നമുക്ക് ഡീറ്റെയിൽസ് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട് അഫക്റ്റ് ചെയ്യുന്നത്? സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ലീഗൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നോളജിക്കലുണ്ട്, ഇക്കണോമിക്കലുണ്ട്. അപ്പം ഈ ഫാക്ടേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഇറ്റ് കാനോട്ട് ബി കൺട്രോളബിൾ. അതായത് ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ആണ്. അൺകൺട്രോളബിൾ ഇൻ നേച്ചർ. അതായത് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്കത് ഒഴിവാക്കി വിടാമായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ ഇൻ നേച്ചറാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുകൊണ്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 3-4 പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ദ ബിസിനസ് ഫേം ആൻഡ് ദാറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദിയർ ഫങ്ഷനിങ്. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ചുറ്റുവട്ടത്തുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരുപക്ഷെ ബിസിനസ്സിനെ തന്നെ നന്നായിട്ട്, ബിസിനസ്സിൻ്റെ ഫങ്ഷൻസിനെ, ബിസിനസ്സിൻ്റെ അകത്തുള്ള ലാഭത്തെ നഷ്ടത്തെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടതെന്ന രീതിയിൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ഡെമോഗ്രഫിക്, ടെക്നോളജിക്കൽ, ഇതെല്ലാം കൊണ്ട് അടങ്ങിയതാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബിസിനസ് എൻവയോൺമെൻറ്റിന് ഉപകാരപ്രദമായിട്ട് വരുന്നതാണ്. ഇറ്റ് കവേഴ്സ് ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ലൈക്ക് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് ലീഗൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിനെ ഒരുപക്ഷെ ബിസിനസ്സിനെ ഫെയിൽ ആകാൻ വേണ്ടി അല്ലെങ്കിൽ സക്സസ് ആകാൻ വേണ്ടി ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള പിന്നെ നടപടികളായിരിക്കും വരുന്നത്? ഒന്നല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ സഡൻലി കസ്റ്റമർക്ക് തോന്നുകയാണ് ഈ പ്രൊഡക്റ്റ് കൊള്ളിൽ, ഇതിനെക്കാട്ടിലും നല്ല ബെറ്റർ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടാം. അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കേസിലാണ് നമുക്ക് നോക്കുവാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ധാത്രിയും ഇന്ദുലേഖ ഹെയർ കെയർ ഓയിൽ, അത് നല്ല ധാത്രി ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് ഇന്ദുലേഖ വന്നത്. രണ്ടും കൂടെ കിടപിടിക്കത്തൊക്കെ നല്ല മത്സരമായിരുന്നു. അവസാനം ധാത്രീനെ ഇപ്പോൾ വെളിച്ചത്ത് പോലും കാണാറില്ല, മുടി കിളുത്തുവോ എന്തോ അറിയില്ല. പിന്നെ അതുപോലെ ഇപ്പോഴും ഇന്ദുലേഖ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ദുലേഖ അപ്പോൾ പഴയ ടെക്നിക്ക് മാറ്റി പുതിയ ടെക്നിക്കിൽ ഇപ്പോൾ കാരണം കുപ്പിയുടെ ഓയിൽ ബോട്ടിലിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു ചീപ്പൊക്കെ വെച്ച് കുനിക്കുമ്പോൾ തന്നെ ചീപ്പിലൂടെ എണ്ണ വരുന്നുള്ള രീതിയിലൊക്കെ പുതിയ കാരണം ഇവരിങ്ങനത്തെ പുതിയ ടെക്നിക്സ് ഇറക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആരുമായിട്ടാണോ കോമ്പീറ്റ് ചെയ്യേണ്ടത് അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആരുടെ അഡ്വാൻറ്റേജസ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ലേസിൻ്റെ പരസ്യങ്ങൾ തന്നെ കിഡ്സിൻ്റെ ചാനലിൽ അല്ലെങ്കിൽ അല്ലാണ്ടുള്ള ചാനലിലൊക്കെ ലേസിൻ്റെ പരസ്യം കാണാം അല്ലേ? ചിലർ പറയുന്നത് ബിങ്കോ ലേസാണെന്ന് എനിക്ക് തോന്നുന്നു. പരസ്യം ഇടുന്നുണ്ട്, കൈ കൊണ്ട് സ്പർശിക്കുക പോലും ചെയ്യാണ്ടാണ് അവർ ലേസ് കവറിനകത്ത് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ അഡ്വാൻറ്റേജസ് കൊടുക്കുകയാണ്. കാരണം കസ്റ്റമേഴ്സിനെ എങ്ങനെയെങ്കിലും അവരുടെ പരിധിക്കുള്ളിൽ നിർത്താൻ, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അതുപോലെ സപ്ലയേഴ്സ്, ഗവൺമെൻറ്. സപ്ലയേഴ്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വരുന്നത്? ചിലർ സപ്ലയേഴ്സിന് കൂടുതൽ കമ്മീഷൻ കൊടുക്കും, അപ്പോൾ അതിൻ്റെ ബേസിൽ പോകും. അല്ലെങ്കിൽ ലെസ് പ്രൈസിന് സപ്ലയേഴ്സിന് കൊടുക്കും, സപ്ലയേഴ്സിന് മോർ പ്രൈസിൽ ഇത് മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചില സമയത്ത് ഗവൺമെൻറ്റിൻ്റെ പോളിസി നയങ്ങൾ, വാറ്റും പിന്നെ മറ്റുള്ള എക്സ്ട്രാ ടാക്സുകളും മറ്റുമൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ എമൗണ്ടുകൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലെല്ലാം തന്നെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ്, ബിസിനസ്സിൻ്റെ ചുറ്റുവട്ടങ്ങൾ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ, ദാറ്റ് മീൻസ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ എപ്പോഴും എന്ത് വേണം? ചേഞ്ചസ് വേണം, മാറ്റങ്ങൾ വേണം. കാരണം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ അൺപ്രഡിക്റ്റബിൾ. നമുക്കതും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ബിസിനസ്സിൻ്റെ മാറ്റങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം, ഇത്രയും കാലം നമുക്ക് ഡയറക്റ്റായിട്ട് ഷോപ്പിൽ ചെന്ന് ഷോപ്പിംഗ് നടത്തുക അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുക, അതൊക്കെ ഒരു ഭയങ്കര ഉത്സാഹമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്? ഷോപ്പിങ്ങിന് ഇറക്കമില്ല. കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈൻ ത്രൂ ആണ്. അപ്പം നമുക്ക് വരും കാലഘട്ടങ്ങളിൽ ഇതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഡിഫേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ്. കാരണം ഓരോ സ്ഥലങ്ങളിൽ ബിസിനസ്സിൻ്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പ്ലേസ് ടു പ്ലേസ്, റീജിയൻ ടു റീജിയൻ, കൺട്രി ടു കൺട്രി, ഓരോ സ്ഥലങ്ങളിൽ. കാരണം ഓരോ സ്ഥലത്തെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, വെതർ ക്ലൈമറ്റ്സ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഓരോ സ്ഥലത്തും ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും, പല രീതിയിലായിരിക്കും. ചിലപ്പോൾ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഏരിയയിലെ റീജിയൻസിലെ ആൾക്കാർ ടേസ്റ്റ് ആൻഡ് വാല്യൂസ് കൊടുക്കുന്ന മറ്റൊരു രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുമൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇപ്പോൾ കൊറോണ വന്നതോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ചൈനേനെ ഒരു സൈഡാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചൈനയുടെ പ്രൊഡക്റ്റുകൾക്ക് വമ്പൻ ഡിമാൻഡായിരുന്നു ഇന്ത്യയിൽ. കാരണം വളരെ വില കുറച്ച്, പക്ഷേ ഏറ്റവും നല്ല ന്യൂ ടെക്നോളജി ലെവലിൽ ഓരോ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചൈനക്കാരായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓരോ സൈഡിലും ഓരോ റീജിയൻ അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി നമ്മുടെ ബിസിനസ്സിൻ്റെ തലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ, സപ്ലയേഴ്സിൻ്റെ, കൺസ്യൂമേഴ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വ്യത്യാസങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ആഡർ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, confining business environment to uncontrollable external factors, it may be classified as economic environment, non-economic environment. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന, ഒന്ന് ഇക്കണോമിക് എൻവയോൺമെൻറ്റും ഒന്ന് നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റും. സാമ്പത്തികപരമായിട്ടുള്ളതും സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ളത് രണ്ട് എൻവയോൺമെൻറ്റുകളാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഇത് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ഇക്കണോമിക് കണ്ടീഷൻസ്, ഇക്കണോമിക് പോളിസീസ്, ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി. എന്താണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്? ഏതൊക്കെ രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്? പിന്നെ ഇക്കണോമിക് കണ്ടീഷൻസ്, ഇക്കണോമിക് പോളിസീസ്, ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രിയാണ്. അതേസമയം നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്? നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് കംപ്രൈസസ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ, ഡെമോഗ്രാഫിക് ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അപ്പം ഒരു ബിസിനസ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നും ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നും നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നും. അതിലെ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് മറ്റേ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്കണോമിക് പരമല്ലാത്ത രീതിയിലുള്ള പോളിസീസ്, കണ്ടീഷൻസ് ഒക്കെയാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതേസമയം നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ, ഡെമോഗ്രഫിക്കൽ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ആണ് നോൺ ഇക്കണോമിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണ് പോയിന്റുകൾ പറയുന്നതെന്ന്. ഒന്നാമത്തെ പോയിന്റ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ആണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ പറഞ്ഞത് സർവൈവൽ ആൻഡ് സക്സസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ബിസിനസ് എൻ്റർപ്രൈസസ് ഡിപ്പെൻഡ് ഫുള്ളി ഓൺ ഇറ്റ്സ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. കാരണം ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ആവശ്യത്തിന് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ അതുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാശില്ലാത്തവന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും കടം കൂട്ടി വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ മെയിനായിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഇക്കണോമിക് കണ്ടീഷനാണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്നൊക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇക്കണോമിക് കണ്ടീഷനാണ്. എന്താണ് ഇക്കണോമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞത്? ദ ഇക്കണോമിക് കണ്ടീഷൻസ്
Economic conditions of a nation refer to a set of economic factors that have great influence on business organization and their operations. അതായത് ഒരു ബിസിനസ് ഫേമിലെ സാമ്പത്തികപരമായിട്ട് വലിയൊരു മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയൊരു തോതിൽ അഫക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ് ഇക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? These include gross domestic product, per capita income, markets for goods and services, availability of capital, foreign exchange reserves, growth of foreign trade, strength of capital market, etc. അപ്പോൾ ഇക്കണോമിക് കണ്ടീഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ആ പർട്ടിക്കുലർ കമ്പനിയിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ മാർക്കറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ്, പിന്നെ അവർക്ക് അവൈലബിൾ ആവുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മലയാളമാണ് മൂലധനം. പക്ഷെ വാട്ട് ഈസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാട്ട് ഈസ് മൂലധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ട്, രണ്ടാമതൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ടാമത് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇക്കണോമിക് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. നെക്സ്റ്റ് ഇക്കണോമിക് പോളിസീസ് ആണ്. All business activities and operations are directly influenced by the economic policies framed by the government from time to time. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്, എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും എന്തിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നു? All business activities and operations are directly influenced by the economic policies framed by the government from time to time. കാരണം ഓരോ സമയത്തും ഓരോ എക്കണോമിക് പോളിസീസ് ഗവൺമെൻറ് പുതുതായിട്ട് വരുന്ന അപ്ഡേഷൻസ് അത് ഇക്കണോമിക് പോളിസീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് പോളിസീസ് ഇവിടെ പറയുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ പോളിസി, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഫോറിൻ ആൻഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസീസ്. അപ്പോൾ ഇവ എന്താണെന്നും താഴെ തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ദി ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ് കവേഴ്സ് ഓൾ ദോസ് പ്രിൻസിപ്പിൾസ്, പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ദ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഓഫ് ദ കൺട്രി ആൻഡ് ഷേപ്പ് പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്. കാരണം ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, പ്രിൻസിപ്പിൾസ് വരുന്നുണ്ടോ അതെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ അണ്ടറിൽ വരുന്നതാണ്. അതേസമയം ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഗവൺമെൻറ് പോളിസി ഇൻ റെസ്പെക്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ, പബ്ലിക് ഡെറ്റ്, ഇങ്ങനെയുള്ള പൊതു കടങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടാക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടുള്ള ഒന്നിനെ നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് മോണിറ്ററി പോളിസി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് activities and interventions that aim at a smooth supply of credit to the business and boost to trade and industry. അത് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ മിക്ക സ്ഥാപനങ്ങളിലും തന്നെ അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസുകൾക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടി ക്രെഡിറ്റ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം പിന്നെ സാധനങ്ങൾ ആദ്യം കൊടുക്കും, കടമായിട്ട് കൊടുക്കും. അത് ഒന്നല്ലെങ്കിൽ വിറ്റതിന് ശേഷം ഇത്ര 3 മാസത്തെ, പൊതുവെ 3 അല്ലെങ്കിൽ 6 മാസം വരെ, 6 മാസമൊക്കെ പ്രൊഡക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു, മാക്സിമം 3 മാസം വരെ അല്ലെങ്കിൽ 90 ദിവസം വരെ കടം കൊടുക്കും. കടം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ആ സാധനങ്ങൾ തന്നുവിട്ടിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ വിൽപ്പന നടത്തി എമൗണ്ട് റിട്ടേൺ ചെയ്യേണ്ടതാണ്. അപ്പം എത്രത്തോളം ഫാസ്റ്റ്ലി നമുക്കത് ചെയ്യാൻ പറ്റുമോ അത് അത്രയും ബെറ്ററാണ്. അപ്പം അങ്ങനെയുള്ള ട്രേഡ് പോളിസീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സപ്ലൈയിങ് പോളിസീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മോണിറ്ററി പോളിസി എന്ന. നെക്സ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ്. ദിസ് പോളിസി എയിംസ് അറ്റ് റെഗുലേറ്റിംഗ് ദ ഇൻഫ്ലോ ഓഫ് foreign investment in various sectors for speeding up industrial development and take advantage of the modern technology. അപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോളിസി എയിംസ് അറ്റ് റെഗുലേറ്റിംഗ് ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നമ്മുടെ ഒരു കമ്പനിയിലേക്ക് വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ വിദേശ കാര്യ നിക്ഷേപങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിദേശകാര്യ നിക്ഷേപങ്ങൾ എത്രത്തോളം സ്പീഡിയായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇൻഡസ്ട്രിയലിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിക്കുന്നു, അതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി അല്ലെങ്കിൽ എക്സിം പോളിസി. ഇതിൽ എക്സിം പോളിസി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് എക്സിം പോളിസി. അപ്പോൾ ഇറ്റ് എയിംസ് അറ്റ് ഇൻക്രീസിങ് എക്സ്പോർട്ട്സ് ആൻഡ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. എന്താണ് ഇവിടെ? എക്സ്പോർട്ട് ചെയ്യുന്നതും കയറ്റി അയക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായ സാധനങ്ങളുടെ പോളിസീസ്, അതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ, അതിനെ രണ്ടിലും വേണ്ടി ബന്ധപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങളെയാണ് ഇവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി അഥവാ എക്സിം പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് എയിംസ് അറ്റ് ഇൻക്രീസിങ് എക്സ്പോർട്ട് ആൻഡ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതായത് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കൂടുതൽ കയറ്റി അയക്കാനും അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും അത് തമ്മിലൊരു ഗ്യാപ്പ് മീൻസ് പോളിസിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡ്യൂട്ടീസ്, ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കണമല്ലോ. കാരണം ഇൻകം ടാക്സ് അല്ല, എക്സ്പോർട്ട് ഡ്യൂട്ടി ടാക്സും ഇമ്പോർട്ട് ഡ്യൂട്ടി ടാക്സും ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു
ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി അഥവാ എക്സിം പോളിസി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇക്കണോമിക് സിസ്റ്റമാണ്. ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് പോളിസീസിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പറയുന്നത്. ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ദ വേൾഡ് ഇക്കണോമി ഈസ് പ്രൈമർലി ഗവേൺഡ് ബൈ 3 ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം: ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് ഇക്കണോമി ആൻഡ് മിക്സഡ് ഇക്കണോമി. അപ്പം പൊതുവെ ലോകത്തിൽ തന്നെ 3 ടൈപ്പ് ഇക്കണോമിയാണുള്ളത്. ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് ഇക്കണോമി ആൻഡ് മിക്സഡ് ഇക്കണോമി. നിങ്ങൾ ഈ ഇക്കണോമിയെ കുറിച്ചിട്ട് ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും മിക്സഡ് ഇക്കണോമിയൊക്കെ നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. നെക്സ്റ്റ് നോൺ എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നു: നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റും എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. പിന്നെ നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ് നമ്മൾ ഇതിന് മുന്നത്തെ പേജസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് നോൺ എക്കണോമിക് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഈ പറയുന്ന സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതിലൊന്നാമത്തെ സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ് ഇൻക്ലൂഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്, ബിലീഫ്സ്, പോവർട്ടി, ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എക്സെട്ര. അപ്പം ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തേത് പറഞ്ഞാൽ കസ്റ്റംസ്. കാരണം ഓരോ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കുന്ന വിശ്വാസങ്ങൾ, വാല്യൂസ്, പിന്നെ ദാരിദ്ര്യം, നിരക്ഷരത, ലൈഫ് എക്സ്പെക്റ്റൻസി, കാരണം ജീവിതം ഇന്നോ നാളെയൊക്കെ തീരുമെന്നുള്ള പ്രതീക്ഷകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ കൊണ്ട് നോൺ ഇക്കണോമിക് രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ദ വാല്യൂസ് ദാറ്റ് എ സൊസൈറ്റി ചെറിഷസ് ഹാവ് എ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ ഫങ്ഷനിങ് ഓഫ് ബിസിനസ് ഫേം. For example, during festive season, there is an increase in demand for new clothes, sweets, fruit, flower, etc. അല്ലേ? പൊതുവെ ഏതെങ്കിലും ഒരു ഫെസ്റ്റീവ് സീസൺ ആണെങ്കിൽ, പ്രത്യേകിച്ചും പിന്നെ വിഷു അല്ലെങ്കിൽ പെരുന്നാളുകൾ, അതും അല്ലെങ്കിൽ പിന്നെ ഓണം സീസണിലൊക്കെ പുതിയ ഡ്രസ്സുകൾ എടുക്കുന്നതിനും ഫ്ലവേഴ്സ് വാങ്ങിക്കുന്നതിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പല ആചാര അനുഷ്ഠാനങ്ങൾ, സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് മേടിക്കുന്നതാണ്. അതേസമയം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്താണ്, ബിസിനസ് എൻവയോൺമെൻറ്റ് സ്മൂത്തായിട്ട് നടക്കുന്നതായിരിക്കാം. അപ്പോൾ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ലിറ്ററസി റേറ്റ് ദ കൺസ്യൂമേഴ്സ് ആർ ബിക്കമിങ് മോർ കോൺഷ്യസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ്. അപ്പം ജനങ്ങളുടെ നിരക്ഷരത കുറവ് കാരണം സാക്ഷരത ഇല്ലായ്മ, അവർക്ക് കൂടുതൽ ക്യാഷുള്ള അല്ലെങ്കിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എന്ന് അവരുദ്ദേശിക്കുന്നത്. പൊതുവെ അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു അബദ്ധധാരണയാണ്. കൂടുതൽ വിലയുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതെന്നുള്ള ചിന്താഗതി. അങ്ങനെ ഒരിക്കലും ആവില്ല. കൂടുതൽ വിലയുള്ളതല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതിനെയാണ്. അല്ലാണ്ട് പൈസ കൂടുതലുള്ളത് ക്വാളിറ്റി കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പൈസ കൂടുതലുള്ള നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളൊരു വലിയൊരു ഷോപ്പിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ, ഇപ്പം കല്യാൺ ജ്വല്ലേഴ്സ് കയറി സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ അവിടെ റേറ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ കല്യാൺ സിൽക്സിൽ കയറി ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ റേറ്റ് കൂടുതലായിരിക്കും. കാരണം അവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേസമയം അവിടെ കിട്ടുന്ന 5000-ൻ്റെ ഡ്രസ്സ് നമ്മൾ ഏതെങ്കിലും ചെറിയൊരു ഷോപ്പിൽ കയറി എടുക്കുകയാണെങ്കിൽ അതേ ഡ്രസ്സ് ചിലപ്പോൾ അവിടെ 1000-നായിരിക്കും കിട്ടുന്നത്. അപ്പം രണ്ടിടത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെറിയ ഷോപ്പിൽ കയറുമ്പോൾ അവിടെ എക്സ്ട്രാ സെയിൽസ് ഗേൾസ് ഉണ്ടാവില്ല, എക്സ്ട്രാ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അവിടെ ഒരു ഷോപ്പ് ഓണറും അല്ലെങ്കിൽ 2-3 ഫാക്കൽറ്റീസ് അല്ല സെയിൽസ് ഗേൾസും മറ്റുമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് മാത്രം കൊടുക്കാനുള്ളത് അവിടെ നോക്കിയാൽ മതി. അതേസമയം വലിയൊരു ഷോപ്പിൽ കയറുവാണെങ്കിൽ, ഒരു ലുലു മാൾ പോലെയുള്ള ഒരു സ്ഥലത്താണ് കയറുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും, അവിടെ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ ഫെസിലിറ്റീസ് എല്ലാത്തിനും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജസ് ഈടാക്കുന്നതാണ്. നമ്മളവിടെ ചെല്ലുമ്പം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടാകും. പിന്നെ ചെല്ലുമ്പോൾ ഇരിക്കാനും ആനയിക്കാനും ആൾക്കാരുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ചായയും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ, പിന്നെ AC, ലിഫ്റ്റ്, ഈ പറയുന്ന എല്ലാ പരിപാടികൾക്കും എന്തൊക്കെയുണ്ട്, നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിയിട്ട് അടയ്ക്കുന്നത്. അല്ലാണ്ട്
പിന്നെ കടക്കാർ ഫ്രീ ആയിട്ടല്ല നമുക്കത് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ പറയുന്ന സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ എൻവയോൺമെൻറ്റിലെ ചില സാധനങ്ങൾക്ക് റേറ്റ് കൂടിയിരിക്കാം, ചില സമയത്ത് കുറഞ്ഞിരിക്കാം. പക്ഷേ അതിൻ്റെ കൾച്ചർ ഇതാണ്, റേറ്റ് കൂടുതലുള്ളതിന് ക്വാളിറ്റി കൂടുതലുണ്ടെന്നുള്ള ചിന്തയല്ല വേണ്ടത്. എങ്ങനെയാണോ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ച് നോക്കുമ്പോഴൊക്കെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സൊസൈറ്റി പരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ പരമായിട്ട് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ചില സമയത്ത് ബിലീഫിലൂടെ, കാരണം ചില ആചാരാനുഷ്ഠാനങ്ങളിലൂടെ, ചില വിശ്വാസങ്ങളിലൂടെയൊക്കെ ചില കാര്യങ്ങൾക്ക് കൂടുതൽ ട്രെൻഡ് കൂടുതലായി, ചില സിറ്റുവേഷനിൽ ചില ഐറ്റംസിന് ട്രെൻഡ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്ത് പറയുന്നു, ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാമിലി കോമ്പോസിഷൻ മോർ ന്യൂക്ലിയർ ഫാമിലീസ് വിത്ത് സിംഗിൾ ചൈൽഡ് കൺസെപ്റ്റ്സ് ഹാവ് കം അപ്പ്. ദിസ് ഇൻക്രീസ് ദി ഡിമാൻഡ് ഫോർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഗുഡ്സ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് കൂട്ടുകുടുംബങ്ങളായിരുന്നുണ്ടായിരുന്നു. ഇന്നൊക്കെ ആണെങ്കിൽ ഒരു കുടുംബം ഓരോ കുടുംബമായി ഇങ്ങോട്ട് മാറി മാറി നിൽക്കുകയാണ്. അധികവും ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തി കൊടുക്കുക അല്ലെങ്കിൽ പാലിച്ചു കൊടുക്കുക എന്നുള്ളത് അച്ഛനും അമ്മയും മത്സരമായിരിക്കും. കാരണം എന്നോടാ ചോദിച്ചെന്നുള്ള രീതിയിലുള്ള മത്സരങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസിനൊക്കെ അവിടെ പ്രാധാന്യം കൊടുക്കും. കാരണം ഓരോ കുടുംബത്തിലേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഇത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാനോ ഒന്നും പണ്ടത്തെ കാലത്തെ കൺസെപ്റ്റ് പോലെ ഇന്നത്തെ കാലത്തെ ന്യൂക്ലിയർ ജനതകൾ, നേരത്തെ പണ്ട് ഒരിക്കലും ഞാൻ യൂസ് ചെയ്ത NG തലമുറ, ന്യൂ ജനറേഷൻ തലമുറകൾ, അതിനെക്കുറിച്ചിട്ട് ന്യൂ ജനറേഷൻ അതിന് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ഹൗസ് ഹോൾഡ് ഐറ്റത്തിനും പിന്നെ ചിലവ് കൂടുന്നുണ്ട്. അതനുസരിച്ച് കമ്പനികളുടെ അല്ലെങ്കിൽ ബിസിനസ് ഫേംസിൻ്റെ ഇൻകം വർദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? This includes the political system, the government policies and attitude towards the business community and the unionism. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് ഓരോ ബിസിനസ് യൂണിറ്റുകളോടും കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ആറ്റിറ്റ്യൂഡ് മീൻസ് മറ്റൊന്നുമല്ല, അവിടെ ഗവൺമെൻറ് അടിക്കടി അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസികൾ, നയങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു ബിസിനസ് ഫേമിനെ അഫക്റ്റ് ചെയ്തെന്നിരിക്കാം. ഏതൊക്കെ രീതിയിലാണ്? ചില സമയത്ത് all these aspects have bearing the strategies adopted by the business firms. ചില സമയത്ത് എന്താണ്, സ്ട്രൈക്ക്, ലോക്ക്ഡൗൺ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട് എക്സെട്ര ആർ ഓൾസോ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ പരമായിട്ടുള്ള മാത്രമായിട്ടുള്ള പ്രശ്നങ്ങളല്ല വരുന്നത്, ഏതൊക്കെ കേസിലുള്ളതും വരാം. ചില സമയത്ത് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കമ്പനിയെ അഫക്റ്റ് ചെയ്തെന്നിരിക്കാം. ഇപ്പോൾ ഇവിടെ കൊക്കോകോള, എ കോൾഡ് ഡ്രിങ്ക് widely used even now had to wind up operations in India in late 70s. അപ്പോൾ കൊക്കോകോള ഒരിടയ്ക്ക് ഇന്ത്യ മുഴുവനും സ്ഥാപിച്ചു തരുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഇഷ്യൂസൊക്കെ കൊക്കോകോളേനെ ബേസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നെ ജനങ്ങളിൽ മിക്കവാറും ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ യൂണിയനുകളോ അസോസിയേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തിരിച്ച് അവരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ, പോളിസികളൊക്കെ പാലിച്ചു കൊടുക്കപ്പെട്ടില്ലെങ്കിൽ അതിനെതിരെ കുത്തിയിരിപ്പ് സമരവും അടച്ചുപൂട്ടൽ സമരവും ഒക്കെ നേരിടുമ്പോൾ, പിന്നെ തൊഴിലാളികൾ തമ്മിലുള്ള വഴക്കുകൾ, ഇതൊക്കെ നേരിടുമ്പോൾ ഒരു ബിസിനസ് ഫേമിനെ ഈ പൊളിറ്റിക്കൽ രീതിയിലുള്ള ഈ എൻവയോൺമെൻറ്റ്സ് ഒക്കെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് refers to the set of laws, regulations which influence the business organization and their operations. Every business organization has to obey and work within the framework of the law. അപ്പോൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും എന്തുണ്ട്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട്, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എവരി ബിസിനസ് ഓർഗനൈസേഷൻ ഹാസ് ടു ഒബേ ആൻഡ് വർക്ക് വിതിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ലോ. അപ്പോൾ ഓരോ ബിസിനസ് ഫേമിനും നിശ്ചിതമായ ഫ്രെയിംവർക്കുകൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അവർക്ക്, ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവരെ പാലിക്കപ്പെടേണ്ട ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊക്കെയാണ്? കമ്പനീസ് ആക്ട് 1956, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999, The Factories Act 1948, Industrial Dispute Act 1972, Payment of Gratuity 1972. ഇതുപോലെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവരുടെ അണ്ടറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ലോകളൊക്കെ അതാത് കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ എല്ലാവരും പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാലിക്കപ്പെട്ട് വരുമ്പോൾ ചില സമയങ്ങളിൽ ഓർഗനൈസേഷൻ്റെ എത്തിക്സിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ തന്നെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുന്നതാണ്.
ടെക്നോളജിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പുതിയ രീതിയിലുള്ള ടെക്നോളജീസ് വരുമ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ദ മെത്തേഡ്സ് ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് അഡാപ്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം പുതിയ മെത്തേഡുകൾ വരുമ്പോൾ അതൊക്കെ അതാത് കമ്പനികൾ അത് പാലിക്കപ്പെടേണ്ടതാണ്. അല്ല പണ്ട് കാലത്ത് ഇപ്പം ടൈപ്പ് റൈറ്റിംഗ് പോലുള്ള മെഷീനുകളുള്ള യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയായി. ഇപ്പോൾ കമ്പ്യൂട്ടറും പുറത്ത് ചാടാൻ തുടങ്ങി. പകരം അതിൻ്റെയും കൂടെ കപ്പാസിറ്റി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മൊബൈലുകളും അല്ലെങ്കിൽ ടാബുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെക്നോളജി രംഗത്ത് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ ബിസിനസ് ഫേമുകളും ടെക്നോളജി ലെവലിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താണ് അവർ അടിക്കടി അത് ഇപ്പോൾ അവരുടെ ബിസിനസ് പുറകോട്ട് പോയെന്നിരിക്കും. അപ്പം പുതിയ ബിസിനസ് ഫേമുകൾ വരുമ്പോൾ ഇപ്പം നമുക്ക് മൊബൈലിൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ 3G 2G ഉണ്ടായിരുന്നു, 2G മാറി 3G ആയി, ഇപ്പോൾ 4G എത്തി, ഇനി ഉടനെ 5G വരാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ലെവലിൽ എല്ലാ ബിസിനസ് രംഗത്തും ടെക്നോളജി വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ബിസിനസ് ഫീൽഡിലും ആ ടെക്നോളജി ലെവലിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡെമോഗ്രാഫിക് എൻവയോൺമെൻ്റ് ആണ്. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിൽ പറയുന്നത് this refers to the size, density, distribution and growth rate of population. All these factors have a direct bearing on the demand for various goods and services. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഇതിൻ്റെ വ്യത്യസ്തം അനുസരിച്ച് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, വെതർ സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ഡെമോഗ്രഫിയെ ബേസ് ചെയ്തിട്ട് അവിടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ അനുസരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ പർട്ടിക്കുലർ ഗുഡ്സിന് ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന് ഡിമാൻഡ് കൂടുതലായിരിക്കും, ചില ഗുഡ്സിന് സർവീസസിന് ഡിമാൻഡേ ഇല്ലാതിരിക്കും. അപ്പോൾ ഓരോ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പ്രൊഡക്റ്റിൽ ചേഞ്ചസ് വരാവുന്നത്. ലാസ്റ്റ് വൺ നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ്. ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ജിയോഗ്രഫിക്കൽ ആൻഡ് ecological factors that influences the business operations. These factors include the availability of natural resources, weather and climatic condition, location aspect of topographical factors, etc. ഇപ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു ബിസിനസ് ഫേം വരുമ്പോൾ ആ ബിസിനസ് ഫേം ഏതൊക്കെ തലങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് കൊള്ളേണ്ടത്. കാരണം അത് ഇരിക്കുന്ന സ്ഥലം അതൊരു വസ്തുത തന്നെയാണ്. ഇരിക്കുന്ന സ്ഥലത്തെ ബേസ് ചെയ്തിട്ട് കുറേ ബിസിനസ്സുകൾ കൂടുതൽ സംഭവിക്കും. ഇപ്പം ഒരു സ്കൂളിൻ്റെ അടുത്ത് പൊതുവെ ആരും കൊണ്ടുപോയിട്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ തുടങ്ങില്ല. സ്കൂളിനോടനുബന്ധിച്ച് വരുന്ന സാധനങ്ങൾ, സ്റ്റേഷനറി കടകൾ അല്ലെങ്കിൽ കൂൾ ബാർ, ചെറിയൊരു ചായക്കട, ഇൻ്റർനെറ്റ് കഫേ, ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ആൾക്കാർ ഒരുപാട് ആവശ്യക്കാരുണ്ടാകും. കാരണം സ്കൂൾ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സ്കൂളിൽ പഠിക്കലെത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് വേണം നമ്മുടെ ബിസിനസ് ഫേമുകൾ ഉള്ളതിനനുസരിച്ചിട്ട് വേണം ഒരു ബിസിനസ് ഫേം കൊണ്ടുവരാൻ വേണ്ടി, മീൻസ് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഏതൊരു ബിസിനസ് ഫേമിൻ്റെ ലൊക്കേഷനും ക്ലൈമറ്റിക് കണ്ടീഷനും ഒക്കെ അതിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഓരോ ബിസിനസ് ഫേമും കൊണ്ടുവരുമ്പോൾ അത് ഏത് ലെവലിലേക്ക് നമ്മൾ എവിടെയാണോ ബിസിനസ് ഫേം സിറ്റുവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ ആ ബിസിനസ്സിന് പറ്റുന്ന സാഹചര്യങ്ങളാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു പുതിയ ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം നാച്ചുറൽ എൻവയോൺമെൻറ്റും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നോർമലി 5-6 പോയിന്റുകളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ, ഡെമോഗ്രഫിക്കൽ ആൻഡ് നാച്ചുറൽ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് മിക്ക സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ച് വെച്ചിരിക്കണം.